മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടത്തിവന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിന്റെ ഭാഗമായി എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. പഠനോത്സവം എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യൂസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി സ്കോളർഷിപ്പിനായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകളെയും ആദരിച്ചു. ഇളങ്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന പഠനോത്സവം എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യൂസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂര്യമോൾ അധ്യക്ഷയായിരുന്നു. ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര പദ്ധതി വിശദീകരണം നടത്തി. സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് രാജ്മോൾ ജോസഫ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസി പി നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീത സജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഷി കെ ആന്റണി, പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുൾ കരീം, മറിയാമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് അവതരണവും പാഴ്വസ്തു കരകൗശല പ്രദർശനവും നടത്തി. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിനുള്ള അവാർഡ് മല്ലികശ്ശേരി സെന്റ് ഡൊമിനിക് സാവിയോ UP സ്കൂൾ സ്വന്തമാക്കി. 2ാം സ്ഥാനം ഇളങ്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളും 3ാം സ്ഥാനം പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കരസ്ഥമാക്കി. സെന്റ് മാത്യൂസ് UP സ്കൂൾ എലിക്കുളം, സെന്റ് ജോർജ് UP സ്കൂൾ ഉരുളികുന്നം, MGM UP സ്കൂൾ എലിക്കുളം എന്നിവ പ്രോത്സാഹന സമ്മാനം നേടി. സ്കോളർഷിപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് പ്രശംസാപത്രവും മൊമന്റോയും നൽകി. ഇവർക്ക് 1500 രൂപ സ്കോളർഷിപ്പും ലഭിക്കും. കുട്ടികളിൽ മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും വളർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. i4E ന്യൂസ്, പാലാ.